അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ ലക്ഷ്മി അമ്മ മേഘയോട് കരഞ്ഞുകൊണ്ട് പറയാണ്, ഞങ്ങളുടെ മകൾ ഞങ്ങളെ തേടി വന്നാലും ഈ കാര്യം ഞങ്ങൾ ഈ വീട്ടിലുള്ള ആരോടും പറയില്ല. അപ്പോൾ ബെഡിൽ നിന്ന് എണീറ്റ് മേഘ ലക്ഷ്മി അമ്മയോട് വാക്ക് ചോദിച്ചു, എങ്കിൽ അമ്മ എനിക്ക് വാക്ക് തരൂ, ഈ കാര്യം വേറെ ആരും അറിയില്ലെന്ന്. ലക്ഷ്മി അമ്മ ആകട്ടെ മേഘയ്ക്ക് വാക്കും കൊടുത്തു. ലക്ഷ്മി അമ്മ വീണ്ടും കരഞ്ഞോണ്ട് പറഞ്ഞു, സത്യമായിട്ടും നീ ഞങ്ങളുടെ മകളിൽ നിന്ന് വേറെ ആരും അറിയില്ല. പക്ഷേ മഹേന്ദ്രൻ സാറിൻ്റെ മുഖത്ത് മാത്രം ഒരു അന്താളിപ്പാണ് ഉണ്ടായത്. ലക്ഷ്മി പിന്നെയും പറഞ്ഞു, ഞങ്ങളുടെ ജീവൻ ഉള്ളിടത്തോളം കാലം നീ ഞങ്ങളുടെ മോള് തന്നെ ആയിരിക്കും. അതും പറഞ്ഞ് മേഘയുടെ നെറ്റിയിൽ ചുംബിച്ചു, അതിലെ അപകടം അറിയാതെ. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നിട്ട് മേഘ പറഞ്ഞു, ഒരുപാട് നന്ദിയുണ്ട് അമ്മേ. നിങ്ങൾ എന്നെ അവഗണിക്കുമോ എന്ന് ഞാൻ പേടിച്ചു പോയി. ഇല്ല മേഘ, അങ്ങനെയൊരു തെറ്റ് ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല. എപ്പോഴായാലും നീ ഞങ്ങളുടെ മകൾ തന്നെയാ. നീ എൻ്റെ വയറ്റിൽ ജനിച്ചില്ല, അത്രയേ ഉള്ളൂ വ്യത്യാസം. എന്നിട്ട് ലക്ഷ്മി പിന്നെയും പറഞ്ഞു, ഈ കാര്യം മാലതി മുത്തശ്ശി പോലും അറിയാൻ പാടില്ല, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ മേഘ സമ്മതിച്ചു, ശരി അമ്മേ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, സന്തോഷമായിട്ടിരിക്കുക. പ്രിയയെ നന്നായിട്ട് നോക്ക്, അവളെ നന്നായിട്ട് പഠിപ്പിക്കുക. നീ എങ്ങനെ ഞങ്ങളുടെ മകളാണോ അതുപോലെ പ്രിയമോളും ഞങ്ങളുടെ ചെറുമകളാ. നിങ്ങൾക്ക് ഞങ്ങൾ ഒരു കുറവും വരുത്തില്ല, എപ്പോഴും നിങ്ങൾക്ക് തന്നെയാണ് മുൻഗണന. ലക്ഷ്മി അമ്മ മേഘയുടെ കൈ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. ലക്ഷ്മി അമ്മ പിന്നെയും അവളുടെ നെറുകയിൽ ചുംബിച്ചു. എന്നിട്ട് അവർ രണ്ടുപേരും ആ മുറിയിൽ നിന്നും പോയി. അവർ പോയപ്പോൾ മേഘയുടെ ചിന്ത മറ്റൊന്നായിരുന്നു. സാരമില്ല, എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് കരുതി. എന്തായാലും ഭാഗ്യം, അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പിന്നെ കാണിക്കുന്നത് ഓഫീസിൽ മനീഷിനെയാണ്. മനീഷ് മേഘയുമായിട്ടുള്ള പഴയ സംഭാഷണങ്ങളൊക്കെ ഓർക്കുകയാണ്. മേഘ വിവാഹം കഴിഞ്ഞു എന്നും ചന്ദ്രിക മേഘയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ മനീഷ് ആലോചിച്ചു. മേഘ എന്നിൽ നിന്ന് എന്തോ മറക്കുന്നുണ്ട്. അവളുടെ ഒളിച്ചു കളി കാണുമ്പോൾ പ്രിയ എൻ്റെ കുഞ്ഞാണെന്ന് തോന്നുന്നു. എന്തിനാ മേഘ എന്നോട് സത്യം മറിക്കുന്നത്? എന്നെ ജീവനെ പോലെ സ്നേഹിച്ചവൾ എന്തിനായിരിക്കും ഇപ്പോൾ കള്ളം പറയുന്നത്? പിന്നെ കാണിക്കുന്നത് മേഘയുടെ ക്യാബിനാണ്. അവൾ ഫോണെടുത്ത് കോൾ ചെയ്യാണ് മനീഷിന്. മനീഷ് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ മനീഷ്, പറയൂ മേഘ. 1 മിനിറ്റ് എൻ്റെ ക്യാബിനിലേക്കൊന്ന് വരാമോ? ഇപ്പോൾ വരാം. മനീഷ് ഫോൺ വെച്ച് നേരെ മേഘയുടെ ക്യാബിനിലേക്ക് പോയി. മനീഷ് അടുത്തേക്ക് വന്നപ്പോൾ മേഘ അവനെ അടിമുടി ഒന്ന് നോക്കി. ആ കഴുത്തിലിട്ടിരിക്കുന്ന മാല തെളിഞ്ഞ് കാണാം. അപ്പോൾ അവൾ ചോദിച്ചു, നിൻ്റെ കഴുത്തിട്ടിരിക്കുന്ന മാല അത് ഊരിക്കളയണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞാനിത് കാണുമ്പോഴൊക്കെ എനിക്ക് പഴയ ഓർമ്മകൾ ഉണ്ടാകാൻ വേണ്ടിയാണോ നീ ഇട്ടിരിക്കുന്നത്? എന്നിട്ട് അവൾ വാശിയോട് ചോദിച്ചു, നിൻ്റെ മാല ഉരുത്താ? അപ്പോൾ മനീഷ് തിരിച്ചു പറഞ്ഞു, നീ എനിക്ക് തന്ന മാല വെറും ഒരു വസ്തുവായിട്ടാണ് കാണുന്നത്. എന്നാൽ നീ അത് എനിക്ക് തന്ന സ്നേഹമായിട്ടാണ് കാണുന്നത്. നീ കൂടെയില്ലാത്ത ഇത്രയും കാലം ഇതായിരുന്നു എൻ്റെ ആശ്വാസം. ഈ മാല ഞാൻ ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും എൻ്റെ കഴുത്തിൽ നിന്ന് ഊരാൻ പോകുന്നില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം ഇതെൻ്റെ കഴുത്തിൽ തന്നെ ഉണ്ടാകും. ഇതൊക്കെ കേട്ട് മേഘ സഹികെട്ട് നിന്നു. എന്നിട്ട് ദേഷ്യത്തോട് ചോദിച്ചു, നിനക്കെന്താ വട്ടാണോ? ഞാൻ നമുക്കിടയിലുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു എന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് ഇപ്പോഴും ഞാൻ തന്ന മാലയും കൊണ്ട് എന്നെ ശല്യം ചെയ്യുവാണോ? എന്നിട്ട് വാശിയോടെ പിന്നെയും പറഞ്ഞു, മര്യാദയ്ക്ക് ആ മാല ഉരുത്തി തന്നിട്ട് വേഗം പോ. അപ്പോൾ മനീഷ്, ഇല്ല, ഞാനത് തരില്ല. നീ എന്നെ ജീവനെ പോലെ സ്നേഹിച്ചു. നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു. ആ ആക്സിഡൻറ്റിന് ശേഷം നീ എന്താ ഇങ്ങനെ മാറിയത്? അപ്പോൾ സഹികെട്ട് മേഘ പിന്നെയും പറഞ്ഞു, വിവരമില്ലാതെ സംസാരിക്കരുത്. ഞാൻ പഴയതൊക്കെ മറന്ന് മറ്റൊരു ജീവിതം ആരംഭിച്ച് കഴിഞ്ഞു. മേഘ, നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ആരെയും വിവാഹം കഴിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് കേട്ട് മേഘ പകച്ചുപോയി. മനീഷ് പിന്നെയും പറഞ്ഞു, എന്തിനോ വേണ്ടി നീ എന്നെ അവോയ്ഡ് ചെയ്യാണ്. അതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ ദേഷ്യത്തോടെ ചെയറിൽ നിന്ന് എണീറ്റ് മേഘ പറഞ്ഞു, ഇതിനൊക്കെ ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. ആദ്യം ഇവിടുന്ന് പുറത്തു പോ. അപ്പോൾ അതിനേക്കാളും വാശിയിൽ മനീഷ് അങ്ങോട്ട്, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും, എന്നിട്ട് ഞാൻ പുറത്തു പോവാം. പ്രിയയുടെ അച്ഛൻ ആരാ? അപ്പോൾ വല്ലാതെ ഒന്ന് പകച്ചുപോയി മേഘ. മനീഷ് ആകട്ടെ ഉത്തരവും കാത്തു നിന്നു. പറയ്, പ്രിയയുടെ അച്ഛൻ ആരാ? ഓൺ ദ സ്പോട്ടിൽ ഭയങ്കര ദേഷ്യത്തോടെ മനീഷിൻ്റെ മുഖത്തേക്ക് ഒരൊറ്റ അടി കൊടുത്തു മേഘ. ബ്ലഡി റാസ്കൽ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ എൻ്റെ ക്യാബിനിൽ തന്നെ വന്ന് എന്നെ ചോദ്യം ചെയ്യുന്നത്? പെട്ടെന്ന് മാഗിയുടെ ക്യാബിനിലേക്ക് ഡോർ തുറന്ന് സിദ്ധു അങ്ങോട്ടേക്ക് വന്നു. സിദ്ധുവിനെ കണ്ടതും മേഘ ഒന്ന് വെളറിയ ചിരിച്ചിരിച്ചു.
അപ്പോൾ മനീഷും അങ്ങനെ തന്നെ നോക്കി ചിരിച്ചു. അപ്പോൾ അവിടുന്ന് പോകാനെന്ന വണ്ണം അവൻ മുഖമൊന്ന് തലോടിക്കൊണ്ട് താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇവരുടെ ഭാവം കണ്ട് സിദ്ധു ചോദിച്ചു, എന്താ മനീഷ്, അല്ല മേഘ എന്തോ കാര്യമായി തന്ന പോലെ ഉണ്ടല്ലോ. അപ്പോൾ മനീഷ് മുഖം മെല്ലെ തടവിക്കൊണ്ട്, അതെ സാർ, മാഡം ഇത്ര നേരം എന്നെ വല്ലാതെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാനൊരു താങ്ക്സ് പറഞ്ഞത്. ഇത് കേട്ട് സിദ്ധു പറഞ്ഞു, ഈ ഓഫീസിൽ ആദ്യമായിട്ട് നല്ല പേര് വാങ്ങുന്നത് നീ ആയിരിക്കും മനീഷ്, അതും മേഘയുടെ കയ്യിൽ നിന്ന്. ഇത് കേട്ട് മേഘ വിളറിച്ചിരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഒന്ന് ഇരുത്തിക്കൊണ്ട് മനീഷ് പറഞ്ഞു, അതെ സാർ, മേഘ മാഡത്തിൻ്റെ കയ്യിൽ നിന്നും അപ്രിസിയേഷൻ വാങ്ങാൻ വേണ്ടി ഭാഗ്യം ചെയ്യണം. 3 പേരും ചിരിച്ചു. സിദ്ധു ക്യാരി ഓൺ പറഞ്ഞുകൊണ്ട് അവൻ്റെ ചെയറിലേക്ക് പോയിരുന്നു. മനീഷാകട്ടെ മേഘയെ ഒന്ന് ഗൂഢമായി നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് കടന്നു. പിന്നെ കാണിക്കുന്നത് റോഡ് വക്കിൽ ആരെയോ വെയിറ്റ് ചെയ്തിട്ടെന്ന പോലെ നിൽക്കുന്ന ചന്ദ്രികയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി അവളുടെ അടുത്തേക്ക് പോയി ചോദിച്ചു, എന്താ ചന്ദ്രികയെ, നീ എന്താ ഇവിടെ തനിച്ച് നിൽക്കുന്നത്, അനു വന്നില്ലേ? അപ്പോൾ ചന്ദ്രിക, ഇല്ല ഇപ്പോൾ വന്നില്ല, ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്, കണ്ടില്ല. അവളെയും കാത്ത് നിൽക്കുക ഞാൻ. ശരി, ഓക്കെ, ബൈ. ചന്ദ്രിക മനസ്സിലോർത്തു, ഈ അനു ഇത് എവിടെ പോയി കിടക്കുന്നു? കോളേജിലെത്താൻ ഇത്രയും താമസോ? ക്ലാസ്സിന് സമയമായല്ലോ. ശരി, ഇനി വരുമ്പോൾ വരട്ടെ, ഞാൻ ക്ലാസ്സിലേക്ക് പോവാം. അതും ആലോചിച്ച് തിരിഞ്ഞടക്കാൻ നിന്നപ്പോൾ പെട്ടെന്നൊരു കാറ് വന്ന് മുന്നിൽ നിന്നു. അപ്പോൾ അവൾ മനസ്സിലോർത്തു, സിദ്ധു സാറിൻ്റെ കാറാണല്ലോ, സാറെന്തിനാ ഇപ്പോൾ ഇവിടെ വന്നേ? അപ്പോൾ കാറിൽ നിന്നിറങ്ങിയ സിദ്ധുവിനെയും അനുവിനെയും കണ്ട് ചന്ദ്രിക പകച്ചുപോയി. അനു കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ബായ് സിദ്ധു, ആ ബായ്. അപ്പോൾ ചന്ദ്രിക പിന്നെയും മനസ്സിലോർത്തു, ഇതെന്താ അനു സിദ്ധു സാറിൻ്റെ കാറിൽ നിന്ന് ഇറങ്ങുന്നേ? അനു പെട്ടെന്ന് നടന്ന് ചന്ദ്രികയുടെ അടുത്തിട്ട് പറഞ്ഞു, സോറി ചന്ദ്രികയെ, കുറച്ച് ലേറ്റായിപ്പോയി. ചന്ദ്രിക ആകട്ടെ സിദ്ധുവിനെയാണ് നോക്കിയത്. അവളുടെ മുഖത്ത് പരിഭവം വ്യക്തമാണ്. ഇത് കണ്ട് അനു അങ്ങോട്ട് ചോദിച്ചു, എന്താ ലേറ്റായെന്ന് ചോദിക്കുന്നില്ലേ? എന്താ ലേറ്റായേ? അപ്പോൾ അനു, വരുന്ന വഴിക്ക് സിദ്ധു സാർ എന്നെ കണ്ടു, ഞാൻ കോഫി കുടിക്കാമോ എന്ന് ചോദിച്ചു, ഉടനെ എന്നെ കൂട്ടിക്കൊണ്ട് പോയി. അവൾ സിദ്ധുവിനെ നോക്കി. അനു പിന്നെയും തുടർന്നു, കോഫി ഷോപ്പിൽ 2 പേരും ഇരുന്ന് സംസാരിക്കുകയായിരുന്നു, സമയം പോയതേ അറിഞ്ഞില്ലെന്നേ, അതാ ലേറ്റായി പോയത്. അപ്പോൾ ചന്ദ്രികയുടെ മുഖഭാവം കണ്ട് കാറിൻ്റെ സൈഡിൽ നിൽക്കുന്ന സിദ്ധു വാച്ചിൽ നോക്കിക്കൊണ്ട്, അനു, എനിക്ക് ഓഫീസിൽ പോകാൻ ടൈമായി, ഞാൻ പോട്ടെ, ബായ്. അപ്പോൾ അനുവും തിരിച്ച് ബായ് പറഞ്ഞു. കാറിലേക്ക് കയറുന്നതിനിടയ്ക്ക് സിദ്ധു പിന്നെയും, സോറി ചന്ദ്രികയെ, ഞാൻ പറയാൻ മറന്നുപോയി, ബായ്. ചന്ദ്രിക മൊത്തം പരിഭവത്തിലായിരുന്നു. സിദ്ധു അത് എൻജോയ് ചെയ്ത് കാറിൽ കയറിപ്പോയി. ചന്ദ്രിക പരിഭവം പോലെ അനുവിനോട് ചോദിച്ചു, നീ എന്തിനാ അദ്ദേഹത്തിൻ്റെ കൂടെ കോഫി കുടിക്കാൻ പോയേ? അപ്പോൾ അനു അങ്ങോട്ട് പറഞ്ഞു, അതിനെന്താ, ഞങ്ങൾക്കൊരുമിച്ച് കോഫി കുടിക്കാൻ പോകാൻ പാടില്ലേ? അപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ചന്ദ്രിക പറഞ്ഞു, നീ ചെയ്യുന്നതൊന്നും ശരിയല്ല. അപ്പോൾ അനു, അതിന് ഞാനിപ്പോൾ എന്ത് തെറ്റ് ചെയ്തേ? അദ്ദേഹത്തിൻ്റെ കൂടെ കോഫി കുടിക്കാൻ പോയതല്ലേ ഉള്ളൂ. ചന്ദ്രികയുടെ മുഖഭാവം കണ്ട് പിന്നെയും അനു പറഞ്ഞു, നോക്ക് ചന്ദ്രികയെ, നീ അദ്ദേഹത്തെ സ്നേഹിക്കുന്നൊന്നുമില്ല, കല്യാണം കഴിക്കാനും പോകുന്നില്ല, അപ്പോൾ പിന്നെ അദ്ദേഹം ആരെ കണ്ടാലും ഇടപഴകിയാലും നിനക്കെന്താ? അപ്പോൾ ചന്ദ്രിക ഉത്തരം മുട്ടി നിന്നു. അനു പറഞ്ഞു, നീ ഇതൊക്കെ കാഷ്വലായി എടുക്കേണ്ടതല്ലേ? അപ്പോൾ ചന്ദ്രിക പറഞ്ഞു, ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടി വിവാഹത്തിന് മുൻപ് ഒരു പ്രായപൂർത്തിയായ പുരുഷൻ്റെ കൂടെ നടക്കുന്നത് തെറ്റാ. അപ്പോൾ അനു പറഞ്ഞു, നീ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നതാണെന്ന് ഇടയ്ക്കിടയ്ക്ക് തെളിയിക്കുന്നുണ്ട്. സിറ്റിയിലുള്ള പെൺകുട്ടികളൊന്നും അങ്ങനെയല്ല ചന്ദ്രികയെ. വിവാഹത്തിന് മുൻപ് നന്നായി സംസാരിച്ച് ഇടപഴകി അയാളെ ഇഷ്ടപ്പെട്ടാലേ വിവാഹം കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞൊരു ഫ്രണ്ടായി അങ്ങ് പിരിഞ്ഞു പോകും. നീ അതൊക്കെ എന്നാ മനസ്സിലാക്കുക? ശരി വാ, നമുക്ക് ക്ലാസ്സിൽ പോകാമെന്ന് പറഞ്ഞ് ചന്ദ്രികയുടെ കൈപിടിച്ച് നടന്നു. കോളേജിലേക്ക് നടക്കുന്നതിനിടയിൽ ചന്ദ്രികയുടെ മനസ്സിൽ പിന്നെയും വന്നു, ഇവളുടെ കൂടെ എന്തിനാണ് സിദ്ധു സാറ് കോഫി കുടിക്കാൻ പോയത്? അപ്പോൾ ഒരിടത്ത് ചന്ദ്രൻ ആരെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് കാറിൽ സ്പീഡായിട്ട് ഓടിച്ചു വരുന്ന മേഘയുമാണ്. ചന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ നോക്കുന്നുണ്ട്. അയാൾ ഫോണെടുത്ത് മേഘയെ കോൾ ചെയ്യുന്നു. മേഘ കോൾ എടുത്ത്, പറയാച്ചാ. ഞാനിവിടെ പാർക്കിൽ നിന്നെ കാത്ത് നിൽക്കുക. അവിടെ നിൽക്കുക അച്ഛാ, ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാം. ശരി മോളെ. അതും പറഞ്ഞ് കോൾ കട്ടാക്കിയിട്ട് മേഘ വേഗം തന്നെ പാർക്കിലേക്ക് വണ്ടിയെടുത്ത് വന്നു. അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വേഗം തന്നെ ചന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. പരിഭ്രമത്തോടെ ചന്ദ്രൻ മേഘയോട് ചോദിച്ചു, എന്താ മോളെ, എന്താ കാര്യം മേഘ? വരൂ അച്ഛാ, അങ്ങോട്ടിരുന്ന് സംസാരിക്കാം. വാ എന്നും പറഞ്ഞുകൊണ്ട് അവർ ഒരു ബെഞ്ചിൽ പോയിരുന്നു. ഇരുന്നതും മേഘ പൊട്ടി പൊട്ടി കരഞ്ഞു. ചന്ദ്രൻ അതിശയത്തോടെ ചോദിച്ചു, മേഘ എന്താ മോളെ കാര്യം, എന്തിനാ കരയുന്നേ?
എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തായാലും അച്ഛനോട് പറ മോളെ. അപ്പോൾ കരച്ചിലിനിടയിൽ അവൾ പറഞ്ഞു, എന്താണോ നടക്കാൻ പാടില്ലാത്തത് അത് നടന്നു അച്ഛാ. ചന്ദ്രൻ അന്താളിച്ചു പോയി. എന്താ മോളെ ഈ പറയുന്നേ? ഞാൻ മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും മകളിലെന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഇത് കേട്ട് ചന്ദ്രൻ അന്തം വിട്ടുപോയി. മേഘ പിന്നെയും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്നലെ എന്നെ വിളിച്ച് നീ ഞങ്ങളുടെ മകളിലെന്ന് എന്നോട് പറഞ്ഞു അച്ഛാ. ചന്ദ്രൻ അന്താളിച്ച് ഇരുന്നിടത്ത് നിന്ന് എണീറ്റിരുന്നു പോയി. നീ എന്താ പറഞ്ഞേ? നീ അവരുടെ മകളിൽ നിന്ന് നിന്നോട് തന്നെ പറഞ്ഞോ? അപ്പോൾ അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു, അതെ, ഏത് കാര്യമാണോ അവർ ഇത്രയും നാൾ അറിയരുതെന്ന് വിചാരിച്ചത് അതവരറിഞ്ഞു അച്ഛാ. ഇനിയും ഞാൻ എന്ത് അവകാശത്തിലാണ് ആ വീട്ടിൽ നിൽക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പ്രതീക്ഷയറ്റ് പിന്നെയും അവൾ പറഞ്ഞു, ഞാനിനി ചോദിക്കുന്നതെല്ലാം അവരിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ജീവിതം തന്നെ മടുത്തു അച്ഛാ. അപ്പോൾ ചന്ദ്രൻ പറഞ്ഞു, മേഘ, നീ അവരുടെ മകളല്ലെങ്കിലും നിന്നെ വേറെ ആളായിട്ട് അവർ ഇറക്കി വിടുവോ? അങ്ങനെയൊന്നും നടക്കില്ല മോളെ. നിന്നോട് അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട്. നീ അവരുടെ അവകാശിയല്ല, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ നിന്നെ അവിടുന്ന് അവർ ഇറക്കി വിടുവൊന്നുമില്ല മോളെ. അപ്പോൾ മേഘ പറഞ്ഞു, ശരിയാണച്ചാ, ചന്ദ്രികയാണ് അവരുടെ യഥാർത്ഥ മകളെന്ന് അറിയുന്നത് വരെ ഒരു പ്രശ്നവുമില്ല. ചന്ദ്രികയാണ് മകളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്നോട് ആ വീട് വിട്ട് പോകാൻ പറയില്ലേ? അപ്പോൾ എന്തോ ആലോചിച്ചുകൊണ്ട് ചന്ദ്രൻ പറഞ്ഞു, അതേ മോളെ, അങ്ങനെ നടക്കാനും സാധ്യതയുണ്ട്. ചന്ദ്രികയാണ് മകളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ വീട്ടിലൊരു സ്ഥാനം ഉണ്ടാവില്ല. ഒരു ജോലിക്കാരൻ പോലും എന്നെ ബഹുമാനിക്കില്ല. അതുമാത്രമല്ല, ആ ചന്ദ്രികയുടെ മുന്നിൽ ഞാൻ തലകുനിച്ച് നിൽക്കണം. ഇതൊന്നും നടക്കാതെ ആ വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കണമെങ്കിൽ ചന്ദ്രിക ആ വീട്ടിലുണ്ടാകാൻ പാടില്ല. ചന്ദ്രികയാണ് മകളെന്ന് അവസാന നിമിഷം വരെ മഹേന്ദ്രൻ ലക്ഷ്മി അറിയരുത്. ഒരുപക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ എൻ്റെ ചാപ്റ്റർ ക്ലോസ് ആവും. അതിനു മുൻപായി ചന്ദ്രികയെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണം. അപ്പോൾ വാശിയോടെ ചന്ദ്രൻ പറഞ്ഞു, ചന്ദ്രികയെ ആ വീട്ടിൽ നിന്ന് മാത്രമല്ല ഈ ലോകത്തു നിന്ന് തന്നെ പറഞ്ഞയക്കാം. അവൾ ജീവനോടെ ഇരുന്നാൽ എന്നും നിനക്ക് പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. നീ വിഷമിക്കാതിരിക്കും മോളെ. അവളുടെ കഥ ഞാൻ തന്നെ അവസാനിപ്പിക്കും. അപ്പോൾ പേടിയോടെ മേഘ പറഞ്ഞു, വേണ്ടച്ചാ, ദയവ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് ആ പാപം കൂടി എൻ്റെ തലയിലാക്കല്ലേ. അവളെ എങ്ങനെയെങ്കിലും കണ്ണെത്താ ദൂരത്ത് കൊണ്ടുപോയി ഇട്ടേക്ക്. ഇനി ചന്ദ്രിക ആ വീട്ടിലുണ്ടാവാൻ പാടില്ല. എനിക്ക് ആ വീട്ടിൽ സ്ഥിരമായി നിൽക്കണമെങ്കിൽ സിദ്ധു എന്നെ വിവാഹം കഴിക്കണം. സിദ്ധുവിനെ വിവാഹം കഴിച്ചാൽ പിന്നെ എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ആരെക്കൊട്ടും സാധിക്കില്ല. പിന്നെ ഞാൻ വിചാരിക്കുന്നതൊക്കെ നടക്കും. സിദ്ധുവിനെ വിവാഹം കഴിക്കണമെങ്കിൽ ചന്ദ്രിക ആ വീട്ടിലുണ്ടാവാൻ പാടില്ല. ചന്ദ്രിക ഇല്ലെങ്കിൽ സിദ്ധു എന്നെ ഉറപ്പായിട്ടും വിവാഹം കഴിക്കും. ചന്ദ്രൻ കാര്യങ്ങൾ മനസ്സിലായതുപോലെ, ശരി, നീ വിഷമിക്കണ്ട മോളെ. അവളുടെ കാര്യം എനിക്ക് വിട്ടേക്ക്. ചന്ദ്രിക ആ വീട്ടിലുണ്ടാകാൻ പാടില്ല, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ തന്നെ ചെയ്യാം മോളെ. ശരി, ഞാനെന്നാൽ പോകുന്നു അച്ഛാ. ശരി മോളെ, നീ ധൈര്യമായിട്ടിരിക്കേ, ഞാൻ നോക്കിക്കോളാം. ശരി എന്നും പറഞ്ഞ് അവൾ പോകാൻ പോയിട്ട് പിന്നെയും തിരിച്ചു വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഒന്ന് മാത്രം മനസ്സിലാക്കിക്കോളൂ. എന്ന് ഞാൻ മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും മകളിൽ നിന്ന് അവർക്ക് മനസ്സിലായോ, അന്ന് മുതൽ ആ വീട്ടിലുള്ള അധികാരം എനിക്ക് നഷ്ടപ്പെട്ടെന്ന് അർത്ഥം. ഞാൻ ആ വീട്ടിൽ വീണ്ടും അധികാരത്തോടെ ഇരിക്കണമെങ്കിൽ സിദ്ധാർത്ഥിനെ വിവാഹം കഴിക്കണം. സിദ്ധാർത്ഥിനെ ഞാൻ വിവാഹം കഴിച്ചാൽ മാത്രമേ കാലങ്ങളായി ആ വീട്ടിൽ എനിക്ക് അവകാശത്തോടെ കഴിയാൻ പറ്റൂ. നിന്റെ ആഗ്രഹവും ഞാൻ നിറവേറ്റിത്തരാം മോളെ. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ശരി അച്ഛാ, പോയിട്ട് വാ മോളെ. അതും പറഞ്ഞവൾ കാറി കയറിപ്പോയി. ചന്ദ്രൻ ആലോചനയോടെ നിന്നു. ഇവിടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം കുറച്ച് നോക്കാം. അനു ചന്ദ്രികയെ കോൾ ചെയ്യുന്നു. നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് ചന്ദ്രിക. എന്താ അത്? സിദ്ധു നാളെ കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രിക വിളറിപ്പോയി. അനു പിന്നെയും പറഞ്ഞു, എനിക്കെന്തോ അദ്ദേഹം എൻ്റെ സ്നേഹം ആക്സെപ്റ്റ് ചെയ്തെന്നാണ് തോന്നുന്നത്. അവൾ സിദ്ധുവിൻ്റെ ക്യാബിനിൽ പോയിട്ട് സിദ്ധുവിനോട് ചോദിച്ചു, നാളെ സാർ അനുവിനെ കോഫി ഷോപ്പിൽ പോയി കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നെ സ്വീകരിക്കില്ല എന്ന കാര്യത്തിൽ താൻ ഉറച്ചു നിൽക്കുകയല്ലേ. അതുകൊണ്ട് ഇപ്പം ഞാനൊരു തീരുമാനം എടുക്കേണ്ട അവസ്ഥയിലാണ്. അനു എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. സത്യസന്ധമായിട്ട് അവളുടെ മുന്നിലിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട് ചന്ദ്രികയുടെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ പുതിയൊരു എപ്പിസോഡുമായി ഞാൻ വരും വരയ്ക്കും എല്ലാവർക്കും ടാറ്റ ബൈ.